ഹലോ മൈ ഡേ ബ്യൂട്ടിഫുൾ സോൾസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹീലിംഗ് ഏഞ്ചൽസ് സിബിളൈ ടാരോട്ട് മലയാളം. അപ്പം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തരുന്നതിൻ്റെ കാര്യം എന്താണ്, ആളുടെ ട്രൂ ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കാം. റീഡിങ് ജനറലാണ്, ജനറൽസ് ആണ്, ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണും ആ ടൈം തൊട്ട് നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്നുണ്ടാവും. അതുപോലെ തന്നെ എല്ലാവർക്കും റിസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്ത നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, വെച്ചിട്ട് നോക്കാം. അതായത് ഞാനിവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് ചൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങൾ പിക്ക് ചെയ്യേണ്ട ഒരു കാർഡ് വേണം ചൂസ് ചെയ്യാനായിട്ട്. കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2, കാർഡ് നമ്പർ 3. ഈ 3 കാർഡ്സ് ആണ് വെച്ചേക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, അവരെ കുറിച്ചുള്ള നല്ല നല്ല മൊമെന്റ്സ് ഓർത്തിട്ട് നിങ്ങൾ കാർഡിങ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾ കാർഡ് ചൂസ് ചെയ്യുന്നു. അപ്പം ഫസ്റ്റ് കാർഡിൻ്റെ റീഡിങ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നേക്കുന്നവർക്ക് 2 ഓഫ് സോർട്സിൻ്റെ കാർഡാണ് വന്നേക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾക്കൊരു സൈലൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ആൾക്കൊരു ഡിഫിക്കൽട്ടായ സിറ്റുവേഷൻസ് ഒക്കെ കാണേണ്ട, ആൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നല്ല രീതിക്ക് ഈഗോ ആണാണ്ട് നല്ല ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു സയൻസ് നോക്കുവാണെങ്കിൽ എസ് ആക്റ്റീവാണ്, ലിബറേറ്റ് എനർജിയാണ് കാണാൻ പറ്റുന്നത്. ആൾക്ക് നല്ല രീതിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അറ്റ് എ ടൈം ആൾക്ക് നല്ല രീതിക്ക് ഫിയർ തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക് ഇവിടെ ഇമോഷണലി ഡൗൺ ആണ്. ആൾക്കറിയാം ഒരു തീരുമാനം എടുക്കാൻ പറ്റിയതുകൊണ്ട്. ഇയാളുടെ കണ്ണും കൈയും മാത്രമേ കെട്ടിയിട്ടുള്ളൂ. കാലിവിടെ ഫ്രീ ആണ്, ആൾക്ക് നടന്ന് നീങ്ങാമെന്നുള്ളൂ. പക്ഷേ ആള് തനിക്കൊന്നിനും പറ്റില്ല എന്നുള്ള രീതിയിലാണ് ആളിവിടെ ഇരിക്കുന്നത്. അവർക്ക് നല്ല രീതിക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് നിങ്ങളോട് കാണിക്കണില്ല. ആളിപ്പോൾ നിങ്ങളോട് കാണിക്കുന്നുണ്ടാവും, എനിക്ക് നിന്നോട് സ്നേഹമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു തേങ്ങയില്ല. നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, പക്ഷെ ആളത് ഹൈഡ് ചെയ്ത് വെക്കാണ്. ആൾക്ക് നല്ല രീതിക്ക് ഹേർട്ട് ഉണ്ട് നിങ്ങളോട് ഇങ്ങനെ കാണിക്കണില്ലേ, നിങ്ങളോട് മിണ്ടാൻ പറ്റാത്തതില്ലേ, നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, വിളിക്കാൻ പറ്റില്ല. ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ് ഇവിടെ. ആൾക്ക് നിങ്ങളെ മിസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കണം എന്നൊക്കെ ഉണ്ട്. ആൾ ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യും, ദെൻ ബാക്ക് സ്റ്റെപ്പ് ചെയ്യും. മെസ്സേജ് അയക്കണ്ട. അതിന് ഏറ്റവും വലിയ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഈഗോയാണ്. നല്ല ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണെ ആയിട്ടാണ് നിങ്ങളിവിടെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഈഗോ പാടില്ല അല്ലേ, കാരണം ഈഗോ വന്നിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും. ആൾക്കിവിടെ നല്ല രീതിക്ക് ഫിയർ കാണാണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിലോ അല്ലെങ്കിൽ ചാറ്റിങ്ങിൻ്റെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ഇടയിൽ. ചിലപ്പോൾ ആൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവും, നിങ്ങൾ പറയുന്ന കാര്യം ആൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചാറ്റിങ്ങിലോ എന്തോ സംസാരത്തിലോ വന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും നിങ്ങൾക്കിടയിൽ. ആള് നിങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് വരില്ല, നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നുള്ള രീതിയിലാണ്. അത് ആ ഒരു പ്രൈഡിൻ്റെ എനർജിയിലാണ് ആളിവിടെ ഇരിക്കുന്നത്. ആള് തന്നെ ഫസ്റ്റ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും, ആള് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ടെക്സ്റ്റ് അയക്കുന്നുണ്ടാവും. അവരിവിടെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കട്ടെ, എന്നിട്ട് ഞാൻ കണക്ട് ആവാം. ഞാൻ പറഞ്ഞില്ല, ആളൊരു പ്രൈഡിൻ്റെ ഇതിലായിരിക്കുന്നത്. മീൻസ് ആൾക്ക് അങ്ങോട്ടേക്ക് വന്ന് മിണ്ടാൻ പറ്റില്ല. ഇനി ആളായിട്ട് വന്ന് മിണ്ടിയിട്ട് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ അതും ആൾക്ക് വിഷമാവും. ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആളുടെ തലയിൽ കയറും എന്നുള്ള പേടിയുണ്ട്. ആൾ നല്ല ഈഗോയിസ്റ്റിക് ആണ്, അതേപോലെ തന്നെ ഭയങ്കര ഇതുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. കണ്ണ് മാത്രമേ വെട്ടിച്ചുള്ളൂ, കൈയും കാലൊക്കെ ഫ്രീ ആണ്. വേണമെങ്കിൽ എണീറ്റ് നടക്കാൻ ഇതിനകത്തൊരു തീരുമാനം എടുക്കാം, പക്ഷേ ആക്ഷൻ എടുക്കണില്ല. ആക്ഷൻ എടുക്കാതെ ഇവിടെ ഇരിക്കുകയാണ്. ബാലൻസ് വേണം. നിങ്ങളോട് നല്ല നല്ല സ്നേഹമുണ്ട്, നല്ല ഇമോഷൻ ഉണ്ട്, പക്ഷേ എല്ലാം ഹേർട്ടില്. മീൻസ് ആളത് പുറത്തേക്ക് കാണിക്കുന്നില്ല, എല്ലാം ആള് ഹൈഡ് ചെയ്ത് വെച്ചേക്കാം നിങ്ങളോട്. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. പക്ഷെ ഗൈസ്, നിങ്ങൾ ആരും മെസ്സേജ് അയക്കേണ്ട, ആളായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് വന്നോളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആളുടെ ഹാർട്ടിൽ നല്ല ഇമോഷൻ ഉണ്ട് നിങ്ങളോട്, നല്ല രീതിക്ക് സങ്കടമുണ്ട് ആൾക്ക്.
എനിക്ക് ഇതിനകത്ത് പറയാനുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരും ആളെ ചേസ് ചെയ്ത് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ആൾ നിങ്ങളെ ഇങ്ങോട്ടേക്ക് കണക്ട് ആയത് വന്നോളൂ. അതേപോലെ തന്നെ നിങ്ങൾ ആൾക്ക് ആളുടേതായ സ്പേസ് കൊടുക്കുക. നിങ്ങൾക്ക് റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ട് വന്ന് കണക്ട് ആവാം. ദെൻ നമുക്ക് ക്ലൂസ് നോക്കാം. ഫസ്റ്റ് പൈലിന്റെ റീഡിങ് ഇതായിരുന്നു. നമുക്ക് ഇനി ക്ലൂസ് നോക്കാം. ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട്. 34 ഒരു ഏജ് വന്നിട്ടുണ്ട്. ക്ലൂസ് ഒക്കെ റിസനേറ്റ് ചെയ്യാൻ ഒരു കമന്റ് ചെയ്യുന്നു കേട്ടോ. 32, 27 സ്പിരിച്വൽ ജേണി എന്ന് പറഞ്ഞൊരു ലെറ്റർ വന്നിട്ടുണ്ട്. സോൾ കണക്ഷൻ. ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ നല്ല ഡീപ്പായ ഒരു ബോണ്ടുണ്ട്, ഇമോഷനുണ്ട് നിങ്ങളുടെ ഇടയിൽ. സർപ്രൈസ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് കോണ്ടാക്ട് ചെയ്തോളൂ, നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യണ്ട. ലിബ്ര. നമുക്ക് ഫസ്റ്റ് പൈലിൽ വന്ന എനർജി തന്നെ ലിബ്രയുടെയാണ്. 6 പറഞ്ഞ ലെറ്റർ വന്നിട്ടുണ്ട്. റീയൂണിയൻ. നമ്മുടെ ഫസ്റ്റ് ഫയൽ എന്ത് റീഡിംഗ് ആണോ വന്നത് അതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്ലൂസ് എല്ലാം വന്നിരിക്കുന്നത്. കാർമിക്. ചിലർക്കൊക്കെ ഇതൊരു കാർമിക് സോൾ കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കാർമിക് സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. വി എന്ന് പറഞ്ഞ ലെറ്റർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് വന്നത് ഒക്ടോബർ മന്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫയലിന്റെ ക്ലൂസ് ഇതായിരുന്നു, റീഡിങ് ഇതായിരുന്നു. ദെൻ നമുക്ക് സെക്കൻഡ് ഫയൽ നോക്കാം. ഇതിനകത്ത് റീഡിങ് റിസനേറ്റ് അയക്കണവരും ക്ലൂസ് റിസനേറ്റ് അയക്കണവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഫയൽ നമ്പർ 2 റീഡിങ് നോക്കാം. ഫയൽ നമ്പർ 2 ഇത് ലവേഴ്സ് കാർഡാണ് വന്നേക്കുന്നത്. ലവേഴ്സ് കാർഡ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കാത്തത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് തന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആൾക്ക് നിങ്ങളോട് ഇമോഷൻ ഉണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഇല്ല, ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരിക്കുന്നത്. ദെൻ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള സ്ഥിതിക്ക് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്ന് അവർക്ക് തീരുമാനിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ആളൊരു ഫാമിലി പേഴ്സൺ ആണ്. ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം തേർഡ് പാർട്ടി, ചിലർക്കൊക്കെ ഇവിടെ കരിയർ ആയിരിക്കാം തേർഡ് പാർട്ടി. ഇതിനകത്ത് ഫാമിലിയെ കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ഫാമിലി തന്നെയാണ് തേർഡ് പാർട്ടി എന്ന് പറയാം. പക്ഷെ ആൾക്ക് എന്നാൽ പോലും ഫാമിലി സ്ട്രെസ് ഉണ്ട്, അതേപോലെ തന്നെ കരിയർ സ്ട്രെസ്സും നല്ല രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജോബ് റിലേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക് ഇപ്പൊ സ്ട്രെസ്സിലാണ്. ആളിപ്പം നല്ല ഫിനാൻഷ്യൽ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിക്ക് ഫിനാൻഷ്യൽ ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ടൈം ആയിരിക്കാം. അതിന്റെ സ്ട്രെസ് നല്ല രീതിക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഫാമിലിയിൽ നിന്നിട്ട് സിംഗിൾസ് ആണെങ്കിൽ ചിലപ്പോൾ ഫാമിലിയിൽ നിന്നും ഇതേപോലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. തേർഡ് പാർട്ടി കാണിക്കുന്നുണ്ട്. ചിലർക്കൊക്കെ ഇവിടെ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ ആളുടെ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആയിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അവരുടെ ഇന്ന ഫീലിങ്സിൽ അവർക്ക് നിങ്ങളോട് ഭയങ്കര ഇമോഷൻ തോന്നുന്നുണ്ട്, ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട്, നിങ്ങളെ വേണമെന്നുണ്ട്. പക്ഷേ ആൾക്ക് ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആളുടെ മൈൻഡിൽ നിങ്ങളില്ലാതെ ആൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് ആളിവിടെ ഇരിക്കുന്നത്. ഇതിനകത്ത് ആളുടെ ഈ സിറ്റുവേഷനിൽ ആൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളോട് കണക്റ്റ് ആവാതെ സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ആക്ഷൻ മാത്രമല്ല, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാനായിട്ട് ആൾക്ക് പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഈ കണക്ഷൻ പിടിച്ചു വലിച്ച് നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആൾക്ക് നിങ്ങളോട് സ്നേഹം ഇല്ല എന്നല്ല, നല്ല രീതിക്ക് സ്നേഹമുണ്ട്, നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ആൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.
ആളുടെ മൈൻഡിൽ ഒരു 24/7 നിങ്ങളെ ആണെന്ന് തന്നെ വേണം നമുക്ക് കരുതാനായിട്ട്. കാരണം ആ രീതിയിൽ ആൾ നിങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ട്. ഡെയിലി നിങ്ങളെക്കുറിച്ച് തന്നെ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാലും ചിന്തിക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ്സ് തരാൻ പറ്റാത്തതുകൊണ്ട് ആളിവിടെ സ്റ്റെക്ക്. ഇതിനകത്ത് പറയാൻ പറ്റുന്ന അഡ്വൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫാമിലി എന്ന് പറയുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന അഡ്വൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് നോക്കുക. നിങ്ങൾ ആളുടെ പുറകെ ആളെ ചേസ് ചെയ്ത് നടക്കാതെ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ എപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണോ എപ്പോഴോ നിങ്ങളുടെ അടുത്തേക്ക് റീകണക്ട് ആവണ്ടാവും. ഓക്കെ, നമുക്കിനി ക്ലൂസ് നോക്കാം. ഇവിടെ കാണാൻ പറ്റുന്ന എസ് സൈൻ ആണ്. ജെമിനിയാണ് ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. എസ് ലെറ്റർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണിന്റെ പേരായിരിക്കാം. ബ്ലൂ കളർ, നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണിന് ഇഷ്ടമുള്ള കളറായിരിക്കാം. എനിക്ക് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടം. എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലൂ. ജെ ലെറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. എം ലെറ്റർ കാണാൻ പറ്റില്ല, അത് ഞാൻ കാണിക്കാത്ത കേട്ടോ. മാർച്ച് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് മന്ത് മാർച്ച് അല്ലേ. എല്ലാവരും അവരുടെ എന്താ പറയുക, സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ്ഡ് ആവുക. ഡേറ്റിംഗ്, ചിലപ്പോൾ നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ട് ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം. അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഏരീസ് സൈൻ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ സൂഡിയക് സൈൻ ആയിരിക്കാം. സ്കോർപ്പിയോ, നിങ്ങളുടെ പേഴ്സൻ്റെ ചിലപ്പോൾ സ്കോർപ്പിയോ ആയിരിക്കാം. സെപ്റ്റംബർ, മെയ്. ഇതായിരുന്നു പൈൽ നമ്പർ 2ന്റെ റീഡിങ്. ക്ലൂസും റീഡിങ് നമുക്ക് റെസനേറ്റ് ആവണമെങ്കിൽ കമൻറ്റിൽ പറയാം. അപ്പോൾ പൈൽ നമ്പർ 2ന്റെ റീഡിങ് എന്താ നമ്മൾ കണ്ടു. ഇനി നമുക്ക് പൈൽ നമ്പർ 3യുടെ റീഡിങ് എന്താ നോക്കാം. അപ്പോൾ പൈൽ നമ്പർ 2ന്റെ റീഡിങ് എന്താ നമ്മൾ കണ്ടു. ഇനി നമുക്ക് പൈൽ നമ്പർ 3യുടെ റീഡിങ് എന്താ നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 3 നിങ്ങളുടെ പേജ് ഓഫ് സ്വോർഡ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾക്ക് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് തന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ട്, നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ്. നിങ്ങളിവിടെ ടെസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഇനി ആളായിട്ട് വഴക്കും കാര്യങ്ങളും ഉണ്ടാക്കുക, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യണത്. ആളുടെ ഒരു മൈൻഡ് സെറ്റ് ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ആൾക്ക് ഇവിടെ നിങ്ങളോട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷൻ കാണിക്കുന്നുണ്ട്. നല്ല രീതിക്ക് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്. കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആൾക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. അതേപോലത്തെ ഒരു പേഴ്സണെ ആയിട്ടാണ് നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആൾക്ക് ഇപ്പൊ നിങ്ങളോട് എത്രയൊക്കെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ആൾക്ക് ഇവിടെ ഒരു ഇമ്മെച്യൂർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കേണ്ടാവുക. ആളിപ്പോൾ നിങ്ങളോട് ഒരു ഈഗോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻസ് ആൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്, എന്താ പറയുക, നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കേണ്ടത്. എന്നിട്ട് പോലും ആളിവിടെ നിങ്ങൾക്ക് സൈലന്റ് ട്രീറ്റ്മെന്റ് തന്നത് നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് വഴക്കുണ്ടാക്കുമോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളിവിടെ മനഃപൂർവ്വം നിങ്ങളോട് ഒരു ഈഗോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ട്രസ്റ്റ് ബി ഗൈസ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളില്ലാതെ പറ്റില്ല. ആൾക്ക് നിങ്ങളോട് നല്ല അട്രാക്ഷൻ ഉണ്ട്, നല്ല സ്നേഹമുണ്ട്, നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഈഗോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പോസ് ചെയ്ത് വെക്കുന്ന നമ്മൾ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പം നിൽക്കേണ്ട. എർത്ത് സൈൻ ആക്റ്റീവ് ആണ് ഇവിടെ. ദെൻ നിങ്ങളോട് പറയാനുള്ള അഡ്വൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു ഈഗോ ഗെയിം കളിക്കുന്നുണ്ട്. നിങ്ങളത് റിപ്പീറ്റ് തിരിച്ച് കളിക്കാൻ നിൽക്കണ്ട. നിങ്ങളോട് പറയാനുള്ള അഡ്വൈസ് അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആയിട്ട് വരണ്ടാവും. നമുക്ക് ക്ലൂസ് എടുത്തു നോക്കാം. ഇനി ഈ ക്ലൂസ് ഡിസംബർ മന്ത്, നിങ്ങളുടെ പേഴ്സൻ്റെ ബർത്ത്ഡേ മന്തോ അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോ ഈ മാസത്തിലായിരിക്കാം. മാർച്ച് മന്ത്
111 ഏഞ്ചൽ നമ്പേഴ്സ് കാണാണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നല്ല അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ചിലപ്പോൾ നിങ്ങൾ വർക്ക് പ്ലേസിൽ കണ്ടുമുട്ടിയവരായിരിക്കാം, അവിടെ വെച്ചായിരിക്കും കണക്റ്റ് ആയിട്ടുണ്ടാവുക. കൊളീഗ്സ് ആയിരിക്കാം നിങ്ങളുടെ. ബി ലെറ്റർ. നവംബർ മന്ത്. ലോങ് ഹെയർ ഉള്ളവരായിരിക്കാം. റെഡ് കളർ. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ റെഡ് കളർ ഇഷ്ടമായിരിക്കാം. 444 ഏഞ്ചൽ നമ്പേഴ്സ് കാണാണ്ടാവാം. 31 ഏജ് ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ. എസ് ലെറ്റർ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എസ് ലെറ്ററിലായിരിക്കും നിങ്ങളുടെ പേര് സ്റ്റാർട്ട് ചെയ്യണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങോ ക്ലോസോ നിങ്ങൾക്ക് റിസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ തന്നെ റീഡിങ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുക്കാം, അതിനകത്തേക്ക് DM ചെയ്യാം. അതേപോലെ തന്നെ എല്ലാവരും സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്തിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരണ്ടാവും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം.